നാലുകെട്ട് MT വാസുദേവൻ നായർ ഭാഗം 6. ഉമ്മറമുറ്റത്ത് മുണ്ട് കയറ്റി ചുറ്റി മെതിയടി പുറത്ത് വലിയമാമ നടക്കുകയാണ്. മാറത്തെ നരച്ച രോമക്കാടിനിടയിൽ വിരലുകൾ ഓടിക്കുന്നുണ്ട്. പന്തലിലും മുറ്റത്തുമായി നിൽക്കുന്ന ആളുകളോട് വലിയമാമ പഴയ കാലത്തെപ്പറ്റി പറയുകയാണ്. അച്ചുമാമ ഈ പത്തായപ്പരയിൽ ഇരുന്നാൽ മതി, ഈ നാട്ടിൽ കാക്ക കരയില്ല. ചില വയസ്സന്മാർ ബഹുമാനത്തോടെ കേട്ടിരിക്കുന്നു. മൂപ്പരെ എനിക്ക് ഓർമ്മയുണ്ട്, പുലി പോലത്തെ ആളല്ലായിരുന്നു. കളത്തിൽ കമ്മൾ പറഞ്ഞു. കോടിമുണ്ട് ഉടുത്തു കെട്ടി നെറ്റിയിൽ ചന്ദനക്കൊറിയും ചെവിക്കിടയിൽ തുളസിപ്പൂവും കൂട്ടിത്തൊടാതെ നിൽക്കുകയാണ് വടക്കുമുറി നാരായണൻ നായർ. അയാളാണ് കളത്തിൽ കമ്മൾ. ദേശത്തെ പ്രായം ചെന്ന വല്ലവരും വീട്ടിൽ വരുമ്പോഴേ വലിയമാമ അങ്ങനെ സംസാരിക്കാറുള്ളൂ. അത് പഴയ കാലത്തെ പറ്റിയായിരിക്കും. 8 കെട്ടും 3 കയ്യാലയും 64 ആളും പുലി പോലത്തെ അച്ചുമാനും ഉണ്ടായിരുന്ന കാലം, തറവാട് ഭാഗിച്ച കഥ. ഇന്ന് നാട്ടിലെ കാശും പണമായി. ഇവിടത്തേക്കാളും സ്വത്തുള്ളവരൊക്കെ നായർ സമുദായത്തിലുണ്ട്. പക്ഷേ ഈ തറവാടിൻ്റെ അടുത്ത് നിൽക്കാനുള്ള തറവാട് ഏതാ ഉള്ളത്? ഒരു വയസ്സൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. കാര്യാ, അതൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് പൊടിച്ച തകര. എൻ്റെ കളപ്പരയിന്ന് നെല്ല് കോരിക്കൊണ്ടുപോകുമ്പോൾ ചെറുമക്കൾ കണ്ടതാ. അവനൊക്കെയാണിപ്പോൾ മാളിക വെച്ചിരിക്കണ. ഫൂ! വയസ്സൻ വീണ്ടും തലയാട്ടി. നിങ്ങൾ കേൾക്കണുണ്ടോ? എനിക്ക് കാശും പണവും അല്ല വലുത്. ഗുരുകാരണന്മാരായി തുടങ്ങി വെച്ചത് ഒന്നും ഞാൻ ഉള്ള കാലത്ത് നിർത്തില്ല. ഈ തുള്ളലിന് എത്ര പണം ചെലവുണ്ടെന്ന വിചാരം? അതൊക്കെ വരും, ഇപ്പോഴത്തെ കാലല്ലേ. കളത്തിൽ കമ്മൾ പറഞ്ഞു. സാധാരണ തറവാട് പോലല്ലല്ലോ ഇത്. ഇതിനകത്ത് ചൊവ്വായപ്പെട്ടൊരു ഭഗവതി ഉണ്ട്. അതന്യ ശ്രീത്വം ചോറുകൊണ്ട് തന്ന അമ്മയാണ്. മാളു കുത്തഴിയിലൂടെ പിന്നിൽ നിന്ന് മാറി വടക്കേനിയിലേക്ക് നടന്നു. തങ്കയെടുത്തിയും അമ്മിണിയെടുത്തിയും കുളിച്ച് ശുദ്ധമായിരിക്കുകയാണ്. തങ്കയെടുത്തിക്ക് സ്വതവേ തന്നെ വലിയ ആളാണെന്നുള്ള ഒരു നാട്യമുണ്ട്. ഇന്നത്തെ കഥ പറയണ്ട. അമ്മിണിയെടുത്തി കുളിച്ച് ചന്ദനം കൊണ്ട് വരക്കുറിയും അതിനിടയിൽ ചാന്തുപൊട്ടും തൊട്ട് ഇരിക്കുന്നത് കാണാൻ ചന്തമുണ്ട്. അസൂയയോടെ അമ്മിണിയെടുത്തിയെ അവൾ നോക്കി നിന്നു. നല്ല വാഴക്കൂമ്പിൻ്റെ നിറം, കഴുത്തിലെ നീല ഞരമ്പ് നെളിഞ്ഞു കാണാം. ഇടത്തെ ചുമലിലൂടെ മുമ്പിലേക്ക് എടുത്തിട്ട തലമുടി നിലത്ത് പുളയുന്ന കറുത്ത പാമ്പുകൾ പോലെ ചിതറിക്കിടക്കുന്നു. വലിയമ്മാമ്മയുടെ മക്കളിൽ കല്യാണം എടുത്തി മാത്രമേ വരാത്തതുള്ളൂ. അവർ പ്രസവിച്ച് കിടക്കുകയാണ്. അവരുടെ മൂത്ത കുട്ടി ബാലൻ അമ്മായിയുടെ കൂടെ വന്നിട്ടുണ്ട്. വലിയമ്മായിയുടെ വീട്ടിലേക്ക് 4 നാഴിക നടക്കണം. പുഴ കടന്ന് പിന്നെ ഒരു തോടും കടന്ന് വേണത്രേ പോകാൻ. അമ്മായി സ്വന്തം തറവാട്ടിലല്ല താമസം. തെങ്ങിത്തോട്ടവും ഓടിട്ട പുതിയ വീടുമുണ്ട്. കഴിഞ്ഞ കൊല്ലം അമ്മിണിയെടുത്തിയുടെ തിരണ്ട് കല്യാണത്തിന് വലിയമ്മ പോയപ്പോൾ അവളും കൂടെ പോയിരുന്നു. അവരുടെ കഴുത്തിലെ തിളങ്ങുന്ന കുഴിമിന്നി കാണാൻ നല്ല ഭംഗിയുണ്ട്. മാളുവിൻ്റെ കഴുത്തിൽ ചരടിൽ കോർത്തിട്ട ഒരു പരന്ന എലസുണ്ട്. അത് അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്നതാണ്. അമ്മ മരിച്ചു മറവ് ചെയ്യാൻ എടുത്തുകൊണ്ടു പോകുന്നതിന് അല്പം മുമ്പാണ് ആരോ ചരടറുത്തത്. അത് പിന്നെ അവളുടെ കഴുത്തിലായി. അമ്മിണിയെടുത്തി കുറേ നേരം നിന്ന ശേഷമാണ് അവളെ കണ്ടത്. മാളു എന്നേ വന്നത്? അതിന് തങ്കയെടുത്തിയാണ് മറുപടി പറഞ്ഞത്. ഈ പെണ്ണ് കഴിഞ്ഞ കൊല്ലം മുതൽ ഇവിടെ തന്നെയല്ലേ? 1 കൊല്ലമായി അവൾ ഇങ്ങോട്ട് പോന്നിട്ട്. വീട്ടിൽ അമ്മ മരിച്ചതിൽ പിന്നെ അവൾക്ക് സ്വൈര്യമുണ്ടായിട്ടില്ല. ചെറിയമ്മയും അവരുടെ മക്കളുമാണ് അവിടെയുള്ളത്. വീട് അവരുടേതാണ്. അവളുടെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛന് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞതുമില്ല. അച്ഛമ്മയാണ് അവളോട് വന്നുകൊള്ളാൻ പറഞ്ഞത്. മാള് ഇങ്ങോട്ട് പോന്നോട്ടെ, ഇവിടെ മീനാക്ഷിക്കൊരു സഹായമാവൂലോ. ഉമ്മറത്ത് ഇല വയ്ക്കുന്ന ബഹളം തുടങ്ങി. ആദ്യം കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കുമാണ്. ഉമ്മറത്ത് കുട്ടികളും തെക്കിനിയിൽ വടക്കിനിയിലും പെണ്ണുങ്ങൾക്കും ഇല വെച്ചു. വലിയ മാമൻ വിളിച്ചു പറഞ്ഞു. എടാ കുട്ടാ, അകത്ത് കുഞ്ഞുകുട്ടി അല്ലാതെ ഒക്കെ കഴിക്കണം. പാട്ടുരാശിക്ക് മുമ്പേ തുടങ്ങണം. മാളു ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്നത് കണ്ട് തങ്കയെടുത്തി ചോദിച്ചു. പെണ്ണെ, നിനക്ക് ചോറ് വേണ്ടടി? തിരിഞ്ഞ് അമ്മിണിയോട് പറഞ്ഞു. ഉച്ചയ്ക്ക് പുഴുക്കും കഞ്ഞി മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും, അതാ പെണ്ണിനൊരു വേണ്ടായ. അവളെ കളിയാക്കിയതാണ്. അവൾക്ക് ഉള്ളിൽ ചൊടിച്ചു. ഓ, അത്ര വയറൊന്നുമല്ല ഞാൻ. പോയിരുന്നോടി പെണ്ണെ. വലിയമ്മ ആ വഴി കടന്നുപോയപ്പോൾ ഒരു ചീത്തയും പറഞ്ഞു. കുട്ടികളുടെ കൂടെ ഇരിക്കാൻ അവൾക്ക് അല്പം മടി തോന്നി. പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കാൻ അവൾക്ക് ഇഷ്ടം. വേഗം ഉണ്ട് കഴിഞ്ഞാൽ നല്ല സ്ഥലം പിടിച്ചിരിക്കാം. ചാരുപടിയുടെ താഴെ ഒരു ഇല ഒഴിവ് കണ്ടു. അതിൻ്റെ പിന്നിൽ ചെന്നിരുന്നു. 2 വരിയായി 10-20 കുട്ടികൾ ഇരിപ്പുണ്ട്. പന്തലിൻ്റെ മുമ്പിൽ തൂണിൻ്റെ അടുത്തിരുന്നാൽ മതി. നേരെ താഴെയാണ് കളം. നന്നായി കാണാം.
ധൃതിയിൽ ഊണ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രഥമൻ വിളമ്പുന്നതിന് മുമ്പ് തന്നെ അവൾ എഴുന്നേറ്റു. കൈ കഴുകി കിഴക്കേ കോലായിലൂടെ ഒന്ന് നടന്നപ്പോഴാണ് അവിടെ ഇല മുറിച്ചിട്ട അണച്ചീന്തുകൾക്കും ഇലക്കഷ്ണങ്ങൾക്കുമിടയിൽ സമീപത്തായി ഒരു ആൺകുട്ടി ചുവരും ചാരിയിരിക്കുന്നു. ചുവന്ന ട്രൗസറും മുഷിഞ്ഞ പച്ച ഷർട്ടുമുള്ള ഒരു കുട്ടി. മാളു കുറച്ചിടെ സംശയിച്ചു നിന്നു. പിന്നെ അടുത്തു ചെന്നു ചോദിച്ചു, കുട്ടി ഉണ്ടില്ലേ? അവൻ മുഖമുയർത്തി അത്ഭുതത്തോടെ അവളെ നോക്കി. കുട്ടി ഉണ്ടില്ലേ എന്ന്? കുട്ടികളുടെ ഒക്കെ കഴിഞ്ഞൂലോ. കഴിഞ്ഞോട്ടെ. അല്പം ഗൗരവത്തിലാണ് അവൻ്റെ മറുപടി. മാളു തെല്ലു നാണിച്ചു പോയി. ഊണ് വേണ്ടേ? ചോറ് കാണാണ്ട് വന്നതൊന്നല്ല. അവൻ്റെ പുച്ഛവും ഗൗരവവും അവളെ ഒഴിഞ്ഞു പോകാൻ പ്രേരിപ്പിച്ചു. വീണ്ടും തല കുനിച്ച് അവൻ നിലത്ത് നോക്കിയിരുന്നപ്പോൾ അവൾ പതുക്കെ ചോദിച്ചു, കുട്ടി എവിടുത്തെയാ? അപ്പോൾ അവൻ കേട്ടില്ലെന്ന ഭാവത്തിൽ മുറ്റത്തേക്കും ഉണങ്ങിയ പച്ച പൊതിഞ്ഞ മതിലിലേക്കും നോക്കിക്കൊണ്ടിരുന്നു. എന്താ പേര്? അപ്പുണ്ണീന്ന്. കുട്ടി എവിടുത്തെയാ? അവൻ്റെ മുഖം ചുവന്നുപോയി. അരിശത്തോടെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ ഇവിടുത്തെ. എന്താ നിനക്ക് ഛേദം? ആ ശുണ്ഠി അവളെ വെറുപ്പിക്കുകയല്ല ചെയ്തത്, ഒരു തമാശയായാണ് തോന്നിയത്. ഈ വീട്ടിലെ കുട്ടിയാണെന്ന് മാളുവിനെ കളിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടുത്തെ കുട്ടികളെ കണ്ടാൽ എനിക്കറിയാലോ. പിന്നെയും എന്തോ പറയാൻ ഭാവിക്കുമ്പോഴാണ് മാളു കണ്ടത്. അവൻ്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഞാൻ കോന്തുണ്ണിയാരുടെ മകനാ. ഞാനും എൻ്റെ അമ്മ എവിടുത്തെയാ? അപ്പോൾ അവളുടെ ചോദ്യം പൊടുന്നിനെ നിലച്ചു. തങ്കിയെടുത്തി സ്വകാര്യമായി പറയുന്നത് കേട്ട കഥ ഓർമ്മ വന്നു. അവൾ കണ്ടിട്ടില്ലാത്ത അച്ഛൻ പെങ്ങളെ കട്ടുകൊണ്ടുപോയ കാര്യം. ഇതാണോ അപ്പുണ്ണിയേട്ടൻ? പണിക്കാരികൾ എച്ചിലിലകൾ മുന്നിലൂടെ എടുത്തുകൊണ്ടുപോയി വാഴക്കുണ്ടിലിടുന്നു. അവിടെ ചെറുമക്കുട്ടികൾ എച്ചിൽ വാരാൻ തമ്മിൽ തല്ലുകൂടി മത്സരിച്ചു നിൽക്കുകയാണ്. മാളവും ഇറയത്തിരുന്നു. എന്തിനാ കരയണ്? അവനൊന്നും മിണ്ടുന്നില്ല. തന്നെ പോന്ന്? കൊട്ടിലിലെ മൂത്താച്ചിയുണ്ട്. മൂത്താച്ചീനെ കണ്ടു. മുറുക്കാൻ കൊണ്ടുപോയി കൊടുത്തത് ഞാനാണല്ലോ. ഒന്നും പറഞ്ഞില്ല കേട്ടോ മൂത്താച്ചി. തുടർന്ന് മൂത്താച്ചിയെപ്പറ്റി അവൾ ഒരഭിപ്രായവും പറഞ്ഞു. മുറുക്കാൻ്റെയും കാളൻ്റെയും കൂട്ടം തന്നെയല്ലേ തള്ളയ്ക്കുള്ളൂ. അപ്പോൾ അവൻ്റെ മുഖത്ത് നേർത്ത ഒരു ചിരി പരന്നു. നമുക്ക് മറ്റേ കുട്ടികളൊക്കെ ഇരിക്കുമ്പോഴേക്ക് നല്ല സ്ഥലം പിടിക്കുക. അത് ശരിയാണെന്ന് അവന് തോന്നി. പടിഞ്ഞാറോടത്ത് തൂണിൻ്റെ അടുത്തിരിക്കുക സുഖം. അവൾ മുൻപിൽ നടന്നു. അപ്പുണ്ണി പിന്തുടർന്നു. നെടുമ്പുരയിൽ നിന്ന് ഇടിയറ പൊടുന്നനെ ശബ്ദിച്ചു. മാളു ഉത്സാഹത്തോടെ അവനെ നോക്കി പറഞ്ഞു, ഇപ്പം തുടങ്ങും. പന്തൽ നാലു ചുറ്റിനും കുരുത്തോലയും മാവിലയും കോർത്തിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കളമെഴുത്ത് കഴിഞ്ഞിരിക്കുന്നു. അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും 100 മഞ്ഞളും ചേർത്തുണ്ടാക്കിയ ചുവന്ന പൊടിയും ഇട്ടാണ് കളം വരച്ചിരിക്കുന്നത്. ഉടൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പടം വരുത്തിയ 2 ഉഗ്രസർപ്പങ്ങൾ. പന്തലിൻ്റെ നടുവിൽ വാഴപ്പിണ്ടി കൊണ്ട് കാൽ വെച്ച് മുകളിൽ ചുവന്ന പട്ടു വിരിച്ച് മറ്റൊരു ചെറിയ പന്തലുണ്ടാക്കിയിരിക്കുന്നു. അതിലെ നിലം നിറച്ചും കളമാണ്. അതേ, രാമൻ തന്നെ ഉണ്ടാക്കിയതാ. ചിരട്ടോണ്ട് എഴുതുക. മാളു തൻ്റെ അറിവ് കാണിച്ചു. ചിരട്ടോണ്ടോ? ആ, ചിരട്ടോണ്ട്. പുള്ളുവൻ രാമൻ പലതരത്തിൽ തുളയുള്ള ചിരട്ടയിൽ പൊടി നിറച്ച് ഉമിക്കിരി പരത്തിയ നിലത്ത് മുട്ടിക്കളം എഴുതിയത് മാളു വിവരിച്ചു. താൻ ആ കാലിന് വിളക്ക് വെക്കുക, പുള്ളുവൻ രാമൻ നെടുമ്പുരയുടെ വാതിക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പുറത്ത് സന്ധ്യയുടെ വെളിച്ചം കറുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. വാഴപ്പിണ്ടികളുടെ സമീപത്തായി കളത്തിൻ്റെ 4 മൂലയ്ക്കും ചങ്ങല വിളക്കുകൾ കൊളുത്തിത്തൂക്കി. പന്തലിൽ എഴുതിയിട്ട് കത്തിക്കുന്ന 3 വലിയ നിലവിളക്കുകളും കത്തിത്തെളിഞ്ഞു. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടെന്ന് വയ്ക്കുക, രാമൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. നാക്കിലകളിൽ അവലും മലരും വെള്ളരിയും തുളസിപ്പൂവും നിരന്നു. കളത്തിക്കമ്മളേ, ഓയ്! ഓടി കോടിമുണ്ട് തട്ടുടുത്ത ഒരാൾ പന്തലിലേക്ക് വന്നു. മാളു അപ്പുണ്ണിയെ തോണ്ടി പറഞ്ഞു, അയാളാ കളത്തിക്കമ്മള്, അയാളാ പൂജിക്കുക. കാലും മുഖവും കഴുകി നാഗദൈവങ്ങളെ മനസ്സ് വിചാരിച്ച് വലത്തെ കാല് വെച്ച് നാനക്കാല് പ്രദക്ഷിണം വെച്ച് പീഠത്തുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാം. പുള്ളുവൻ രാമൻ പാട്ടുപോലെ പറയുകയാണത്. കളത്തി കമ്മൾ അനുസരിക്കുന്നു. താനക്കാലിൻ്റെ ചോട്ടിൽ വെള്ളരി നാളികേരം വയ്ക്കുക. പുള്ളുവൻ പറഞ്ഞതനുസരിച്ച് കമ്മൾ പൂജ തുടങ്ങി. പൂജിച്ച് നമസ്കരിച്ച് കിണ്ടിയുടെ വായ അമർത്തിപ്പിടിച്ച് കളത്തിനു ചുറ്റും നടന്ന് അയാൾ നീർ വീഴ്ത്തി.
കളത്തിൽ കമ്മൽ പന്തലിൻ്റെ ഒരരികിലേക്ക് മാറി നിന്നതോടെ ഇടിയറകൾ ഒന്നായി മുഴങ്ങി. ഇടവപ്പാതിയുടെ തുടക്കത്തിൽ പാതിരാക്കി ഓർക്കാതിരിക്കുമ്പോൾ പൊട്ടിയ ഇടിമുഴക്കം പോലെ അതൊരു നടുക്കമുണ്ടാക്കി. പന്തലിൻ്റെ മറ്റേ തലക്കിലാണ് പുള്ളുവത്തികളും പുള്ളുവരും ഇരിക്കുന്നത്. 3 ഇടിയറ, 3 കുടം, 2 വീണ. ഇടിയറകൾ ശബ്ദിക്കുമ്പോൾ കൂടത്തിൻ്റെയും വീണയുടെയും ശബ്ദം അതിൽ മൂടിപ്പോകുന്നു. രാമൻ്റെ പുള്ളുവത്തിയാണെന്ന് മാളു പറഞ്ഞ അവളാണ് പാട്ട് തുടങ്ങിയത്. ശ്രീ മഹാദേവൻ്റെ ശ്രീ പുള്ളോക്കുടം കൊണ്ട്. പാട്ടിൽ അപ്പുണ്ണിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുകയായിരുന്നു അവൻ. അവൻ ഇരിക്കുന്ന തിണ്ണയുടെ താഴെ പുൽപ്പായയിൽ കുറേ പേർ ഇരിക്കുന്നു. പത്തായപ്പുരയുടെ ചുമർ ചാരി 4-5 പേർ നിൽക്കുന്നു. അവർക്ക് പിന്നിലായി പുൽപ്പായയിൽ നിറയെ പെണ്ണുങ്ങളുണ്ട്, ഉമ്മറത്തും. മുറ്റത്ത് വെളുത്തു തടിച്ച് പൊക്കത്തിൽ ഒരാൾ നീണ്ടു നിവർന്ന് മെതിയടിച്ച് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും വല്ല ശബ്ദവും പുറപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ നോക്കും. പേടിപ്പെടുത്തുന്ന എന്തോ ഒന്ന് ചുവന്ന ആ മുഖത്തുണ്ടായിരുന്നു. അപ്പുണ്ണി പതുക്കെ മാളുവിനോട് ചോദിച്ചു, ആ നടക്കണതാരാ? അവൾ ഒച്ചയടക്കി പിറുപിറുത്തു, വല്യമ്മാമ്മ. വലിയമ്മാമ്മ. അപ്പുണ്ണിയുടെ കരളൊന്നു പിടഞ്ഞു. ചുവന്ന ആ മുഖത്തേക്ക് രണ്ടാമതൊരിക്കൽ നോക്കാൻ ധൈര്യമുണ്ടായില്ല. ഇയാളാണ് വലിയമ്മാമ്മ. ഇയാളാണ്. വടക്കേ താനക്കാലിനടുത്ത് വെച്ച വലിയ നിലവിളക്കിലെ തിരി ഒരാൾ വാഴപ്പോള കൊണ്ട് നീട്ടി. കറുത്ത് ഉള്ളോട്ട് വളഞ്ഞു മെലിഞ്ഞ ഒരാൾ. അയാളെ ചൂണ്ടിക്കൊണ്ട് മാളു പറഞ്ഞു, അതാണ് എൻ്റെ അച്ഛൻ. അതിന് ഞാനെന്ത് വേണം? അവൻ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പുണ്ണിയേട്ടൻ കുട്ടമ്മാമാതാ വിളിക്കുക അല്ലേ? വലിയമ്മാമ, കുട്ടമ്മാമ, ഇനിയുമുണ്ട് ആളുകൾ. ആ കുട്ടികളുടെ കൂട്ടത്തിൽ കാണാം ഭാസ്കരനും കൃഷ്ണൻകുട്ടിയുമൊക്കെ. വലിയമ്മയുണ്ടാവും സ്ത്രീകളുടെ കൂട്ടത്തിൽ. പിന്നെ അവൾക്കറിയും. അവളോട് ചോദിച്ചാൽ മതി, അറിയാം. അമ്മമ്മ, അമ്മായി, മക്കൾ. അമ്മയ്ക്കൊരു ഏട്ടത്തി കൂടിയുണ്ട്. അവരുടെ പേരെന്താണ്? അവരെ എന്താ വിളിക്കുക? ഒന്നും അറിയണ്ട. വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. വന്നയുടനെ കുട്ടികളുടെ കൂടെ കളിച്ചു നടക്കാം. അകത്തും മോളിലും പത്തായപ്പൊരയിലും പന്തലിലും തൊടിയിലും ചുറ്റിത്തിരിയാം. വരുമ്പോൾ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. പടിപ്പുര കടന്നല്ല വന്നത്. കുന്നിറങ്ങി മേലെ ഇടവഴിയിലെത്തിയപ്പോൾ അവൻ നിന്നു. മൂത്താച്ചി പിറകിലായിരുന്നു. അതാ കാണുന്നു തറവാട്. 4 കെട്ട് വലിയതു തന്നെ. മനസ്സിൽ കണ്ട പോലെ വൈക്കോൽ മേഞ്ഞതാണ്. കുമ്മായം പൊട്ടിയടർന്ന ഭിത്തികൾ, തടിച്ച അഴികളുള്ള ചാരനിറമുള്ള പഴയ ജനാലപ്പഴുതുകൾ. പത്തായപ്പുര തൊട്ടടുത്തു തന്നെ. അത് ഓടുമെന്നതാണ്. കയ്യാലയും മതിൽക്കെട്ടിൻ്റെ പൊളിഞ്ഞ ഭാഗവും കാണാം. ഒരു 4 കെട്ടിലാണ് അമ്മയുണ്ടായിരുന്നത്. അതിലാണ് ഭഗവതിയുള്ളത്. അതുകൊണ്ടത്രേ ഓടുമേയാൻ കഴിയാതെ പോയത്. വളരെ വളരെ മുമ്പാണ് 4 കെട്ടുണ്ടാക്കിയത്. അമ്മയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിക്ക് ഓർമ്മയില്ലത്രേ ഉണ്ടാക്കിയ കാലം. പിന്നെയാണ് ഓടുമേയാൻ ഏതോ കാരണവർ നിശ്ചയിച്ചത്. ഓടുകൾ താങ്ങാനുള്ള ബലം ചുമരുകൾക്കില്ല. വേണമെങ്കിൽ ചുമരുകൾ തട്ടി പുതിയ ചുമരുകൾ വെക്കണം. അത് ഭഗവതിക്ക് ഇഷ്ടമാവില്ല. മച്ചും ഭിത്തിയും അനക്കാൻ പാടില്ലെന്നാണത്രേ പ്രശ്നം വെച്ചവർ പറഞ്ഞത്. ഇതാണ് ആ 4 കെട്ട്. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മൂത്താച്ചി പറഞ്ഞു, താഴേലെ കുട്ടികൾ കൂടെ പോയി ഇരുന്ന് കളിച്ചോ. അമ്പരന്ന് നിന്നുപോയി. വലിയ മുറ്റങ്ങൾ, ഉയർന്ന മരത്തടികൾ കുഴിച്ചിട്ട് ചുറ്റിലുമായി കൂട്ടിവെച്ച വൈക്കോൽ കുണ്ടകൾ, വരിയായി 7-8 കാലികളെ കെട്ടിയ തൊഴുത്ത്. തിരിഞ്ഞു നോക്കിയപ്പോൾ മൂത്താച്ചി 4 കെട്ടിൻ്റെ പിൻഭാഗത്തിലൂടെ വടക്കുപുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൻ തനിയെ. പലരും ഉമ്മറത്തും മുറ്റത്തും ഉണ്ടായിരുന്നു. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടു. കിഴക്കുഭാഗത്തെ കോലായിൽ ഒരിടത്തിരുന്നു. ആ ഭാഗത്ത് ആരുമില്ല. അകത്തുനിന്നും പെണ്ണുങ്ങളുടെ തിരക്കും കുട്ടികളുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. കോലായിൽ ചില കുട്ടികളെ കണ്ടു. അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരുമില്ല. അവൻ ഒതുങ്ങിയിരുന്നു. ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞാലോ? ആരാണ് വരികയെന്നോ എന്താണ് പറയുകയെന്നോ അറിയില്ല. എന്നാലും ഒരു ഭയം. ആരും പറഞ്ഞില്ല. ആരും അവനെ കാണുന്നത് തന്നെയില്ല. അപ്പോഴാണ് തോന്നിത്തുടങ്ങിയത്, വരേണ്ടിയിരുന്നില്ല.